പാവല് പാവലിനകത്ത് പൂവുണ്ടാകാൻ തുടങ്ങി. ആൺപൂവാണോ പെൺപൂവാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇത് കണ്ടോ, മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മിക്ക സമയത്തും ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈസി റെസിപ്പീസ് ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന എന്നായിട്ട് ടേസ്റ്റിയുമായിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ ആയിട്ടാണ് മിക്ക സമയത്തും ഞാൻ വീഡിയോ ആയിട്ട് വരാറുള്ളത്. പിന്നെ നമ്മുടെ ഫാമിലി വ്ലോഗും ഒക്കെ ആയിട്ടും ഗെയിമും അങ്ങനെ പല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ആണെങ്കിലും കാണുമ്പം പുതുതായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ ഒരു ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളുമൊക്കെ ആയിട്ടാണ്, പിന്നെ കുറച്ച് വിശേഷങ്ങളായിട്ട് നിങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് ഏബിൾ പറഞ്ഞു, മമ്മി ചിക്കൻ കറി വെക്കാമോ എന്ന് ചോദിച്ചു. അമ്മ ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറിയാണെങ്കിൽ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ അധികം ചൂടില്ല. അത് കാരണം കൊണ്ട് കിച്ചണിലൊക്കെ നിന്നിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്ക് സന്തോഷമാണ്, എളുപ്പമാണ്. ചൂട് സമയത്താണ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത് കിച്ചണിലൊക്കെ നിന്നിട്ട് വർക്ക് ചെയ്യാൻ. പിന്നെ അവധിയുള്ള ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അവധി ഇല്ല, നമ്മൾ ഡ്യൂട്ടി കൂടെ പോകുന്ന സമയത്താണ് ധൃതി വെച്ച് ചെയ്ത് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് താമസമാണല്ലോ. നമ്മൾ സാധാരണയാണെങ്കിൽ ഇപ്പം കുക്ക് ചെയ്യുന്ന പോലെ ഒരിക്കലും നമുക്ക് വീഡിയോ എടുക്കുന്ന ദിവസം പറ്റത്തില്ല, കുറച്ച് താമസമാണ്. ചിലപ്പം വീഡിയോ എടുക്കുന്ന ദിവസം ഒരു ചിക്കൻ കറി ആണെങ്കിൽ വെക്കുന്നത് തന്നെ ആ സമയം കൊണ്ട് സാധാരണ ഒരു ദിവസം വീഡിയോ ഒന്നും എടുക്കാത്ത ദിവസമാണെങ്കിൽ നമ്മൾ ഫുൾ പണിയും കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷേ വീഡിയോ എടുക്കുന്ന ദിവസം കുറച്ച് താമസമായിട്ട് വരാറുണ്ട്. അപ്പോൾ ചിക്കൻ കറിക്കാണെങ്കിൽ നമ്മൾ ഞാൻ എങ്ങനെ വെക്കുന്നതെന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാം നമ്മളാണെങ്കിൽ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അധികമാണെങ്കിൽ വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ചിക്കനാണെങ്കിൽ കുറച്ച് ഗ്രേവി ഇട്ടിട്ടാണ്, അത്ര ഇട്ടിട്ടുള്ളൂ. അധികം ചാറങ്ങോട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ഗ്രേവി ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏബലിന് ചിക്കനേക്കാട്ടും ഇഷ്ടം മീനാണ് കേട്ടോ. ചിക്കനിൽ മീനിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനാണെന്നേ പറയത്തുള്ളൂ. അപ്പം പിന്നെ അത് മാത്രമല്ല, ഈ ചിക്കനായാലും മീനായാലും ഒക്കെ വറുത്തിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമാണ്. പക്ഷേ എന്നാലും മീനിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളാണെങ്കിൽ കൃഷി ചെയ്തെടുത്ത് ഒരു വിഭവം കൊണ്ട് നമുക്കൊരു കൂട്ടാനോട് ഉണ്ടാക്കാം. ഈ ചീര ഇനി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അഴുക്കാവും. അയ്യോ, ഇത് പൂ വന്നല്ലോ. ഏതെങ്കിലും ഒരെണ്ണം നിർത്തിയേക്കാം. ഇത് കണ്ടോ, പൂ വന്നു. ഇതിലും പൂ വന്നല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, തൈരിൻ്റെ ഡപ്പയുണ്ടല്ലോ, ആ തൈരിൻ്റെ ഡപ്പയിൽ വന്നതാണ്, അങ്ങനെ നട്ടതാണ്. അപ്പോൾ നമുക്കിതങ്ങ് മുറിച്ചെടുക്കാം. ഞാൻ നട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കുറേയേറെ ഒരു റോട്ടിൽ തന്നെ കുറേയേറെ വിത്തുകൾ വീണു. ശരിക്കും അങ്ങനെ മണ്ടത്തരം പറ്റി. 1, 2 മാക്സിമം 3 വിത്ത് ഒരെണ്ണത്തിലാകാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം പറ്റിപ്പോയി.
നമ്മളിങ്ങനെ മുറിച്ച് വെച്ച് ഫുള്ള് മുറിച്ചെടുക്കുന്നില്ലല്ലോ, പിഴുതെടുക്കുമല്ലോ, നമ്മൾ മുറിച്ചെടുക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് പൊട്ടിക്കിളിച്ച് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീണ്ടും നമുക്ക് തോരൻ വെക്കാനുള്ള കിട്ടിയായിരുന്നു കേട്ടോ. ഈ ഇലയൊക്കെ അഴുക്കാകാൻ തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ എടുത്തേക്കാം. നമുക്കൊരു സന്തോഷമല്ലേ, നമ്മൾ നട്ട പച്ചക്കറികളിൽ നിന്നാണെങ്കിൽ വിളവെടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ കറിയൊക്കെ വെക്കുമ്പം അതിൽ പറഞ്ഞ് ഭയങ്കര സന്തോഷമല്ലേ. നിങ്ങൾക്കൊക്കെ സന്തോഷം അങ്ങനെ ഉണ്ടാകാറുണ്ടോ? എനിക്ക് ഭയങ്കര സന്തോഷമില്ല. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മണ്ണൊന്നും ഇല്ലാതെ നമ്മൾ നടുന്നായതുകൊണ്ട് അപ്പം എന്തെങ്കിലും ചെറിയൊരു വിഭവങ്ങൾ കിട്ടുവാണെങ്കിലും വിളവ് കിട്ടുവാണെങ്കിലും ഭയങ്കര സന്തോഷം കേട്ടോ. പുറത്ത് വേറെ ആയിട്ടുണ്ട്. തക്കാളി ആണെങ്കിൽ കുറച്ചുകൂടെ ആവട്ടെ. ഞാൻ ഓർത്തായിരുന്നു പച്ചത്തക്കാളി പറിച്ചിട്ട് പച്ചത്തക്കാളി കറി ഉണ്ടല്ലോ അത് ചെയ്യാമെന്ന് ഓർത്തായിരുന്നു. പിന്നെ ഓർത്തു വേണ്ട, ആവട്ടെ. തക്കാളിക്കുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കിളിച്ച് വരുന്നുണ്ട്. ആവട്ടെ. വേറെയും തൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളാണെങ്കിൽ ഞാൻ പച്ചക്കറി വേസ്റ്റ് ആണെങ്കിൽ ഇടാറുണ്ട്, പച്ചക്കറിയുടെ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അതിൻ്റെ പേരെന്താ, തേയിലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അത് ഞാൻ കൊണ്ടിടാറുണ്ട്. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ ആണെങ്കിൽ പൊട്ടിക്കിളിച്ച് വരുന്ന കേട്ടോ. ഈ പാവലിനകത്ത് പൂവുണ്ടാകാൻ തുടങ്ങി. ആൺപൂവാണോ പെൺപൂവാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇതുണ്ടോ, കണ്ടോ നിങ്ങൾ കണ്ടോ? വേണ്ടേ, കണ്ടോ? ഇത് പക്ഷെ ഒട്ടും ആയിട്ടില്ല, ഇത്രേ ആയിട്ടുള്ളൂ. 2 എണ്ണം കേട്ടോ. ഇതിലൊരെണ്ണമുണ്ട്, ഇതിലൊരെണ്ണമുണ്ട്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളൊരു പന്തൽ പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനൊരു പന്തൽ പോലെ ഇട്ടു. പക്ഷേ ഇതിപ്പം പന്തലിടുന്നതിന് മുന്നേ ഇതിനകത്ത് പൂ വന്നിട്ടുണ്ട്. പക്ഷെ ആൺപൂവാണോ എന്നൊരു ഡൗട്ട്, അറിയില്ല. ഇതെങ്ങെടുക്കാം. അയ്യോ, മണി കിട്ടി. ഞാൻ ആ മുറിച്ച ചീരയിലാണെങ്കിൽ ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇപ്പോൾ വീണ്ടും ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതാക്കി ഇങ്ങനെ ഇത് മേലോട്ട് പോയാലൊന്നും കെട്ടിക്കൊടുക്കണം. ഇത് കണ്ടോ, ഇതിലെല്ലാം പൂ വന്നു. ഇത് കണ്ടോ, കണ്ടോ, മുട്ട് വന്നിട്ടുണ്ട്. ആ, നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് പറിച്ച് കളയുമായിരുന്നു, നല്ലായിരുന്നു. പറിക്കണ്ടേ, ഇതിങ്ങനെ എടുക്കാമായിരുന്നു. കാരണം ഇതെല്ലാം കൂടെ ഒരെണ്ണത്തിൽ നിന്നാൽ ശരിയാവത്തില്ല. ഞാൻ നോക്കും ഇനി പിഴുതെടുക്കുന്നത് പാവലാണോ. പാവലിനെ സംരക്ഷിക്കാൻ ബാക്കിയൊക്കെ ഉള്ളത് പിഴുതുമ്പോഴേ ചിലപ്പം പാവൽ വന്നാലോ അല്ലേ. ഇതിലാണെങ്കിൽ മുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ, പൂവൊക്കെ വന്നിട്ടുണ്ട്.
ഇത് മുളകാണ്, മുളകുണ്ടോ, പക്ഷെ അത് പോയി. അപ്പം നമുക്ക് തോരൻ വെക്കാം. ഞാൻ ചീരി ഒടിച്ച് വന്നപ്പോഴത്തേന് ഇവരാണെങ്കിൽ ഡോറ് കൂട്ടി. എന്തിനാണ് പൂട്ടിയത്? ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്. നല്ലൊരു തോരനുള്ളതുണ്ട് അല്ലേ ജിജ? ഉണ്ടോ? കുറച്ചാള്. പക്ഷെ ഇപ്രാവശ്യം ആണെങ്കിൽ അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡപ്പയിൽ തന്നെ കുറേയേറെ വിത്തുകൾ വീണെന്ന് തോന്നും. അപ്പം ഒരുമിച്ച് ഇത് വളർന്നത് കൊണ്ട് അധികം അങ്ങോട്ട്, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ കിട്ടേണ്ടതായിരുന്നു. അതെ അതെ, ഇവിടുത്തെ മണ്ണ് അത്ര നല്ലല്ലോ. അതെ അതെ, അത്രയും കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഇനിയിപ്പം തക്കാളി ആണെങ്കിൽ പറിക്കാനുണ്ട് കേട്ടോ. ചീര ഇഷ്ടമാണ്. ചീരയൊക്കെ ആണെങ്കിൽ കഴുകി നല്ല വൃത്തിയാക്കി, ചീരയാണെങ്കിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരുപാട് പൊടികൾ കാണും, അതുപോലെ മണ്ണൊക്കെ കാണും. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്ന് പറഞ്ഞാലും നമ്മൾ വീടിനകം തന്നെ ആണെങ്കിലും ഇവിടെ ഭയങ്കര പൊടിയാണ്. എത്ര തൂത്തുവാരിയിട്ടാലും പൊടിയാണ്. അപ്പം നമുക്ക് മുറ്റത്ത് നിൽക്കുന്ന സാധനങ്ങൾക്ക് ഒന്നും പറയണ്ടായല്ലോ, ഒരുപാട് പൊടികൾ കാണും. അപ്പോൾ കുറേ നേരം നന്നായിട്ട് തന്നെ അത് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയൊക്കെ പിന്നെ നമ്മൾ മരുന്നുകളും കാര്യങ്ങളും ഒന്നും അടിക്കാത്തത് കൊണ്ട് അങ്ങനെ വേറെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില ഇലകളൊക്കെ ആണെങ്കിൽ കണ്ടില്ലായിരുന്നോ, കേടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം. ഈ തോരനൊക്കെ കൂട്ടി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒന്ന് ഇലവർഗ്ഗങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്കാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളുടെ വീട്ടിൽ ഉണ്ടായതാണല്ലോ, അത് വെച്ചിട്ട് നമ്മളൊരു കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചീരത്തോരനും ചോറൊക്കെയാണ്. ചോറ് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചോറും പിന്നെ അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇഷ്ടവിഭവമായ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, മീൻകറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അത്യാവശ്യം നല്ല മഴക്കോളൊക്കെ ആണെങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്തിൽ ക്യാപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, ബിഗ് ബോസിൽ സെലക്ട് ആയതിനായിട്ട്. കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ സെലക്ട് ആയോ, ചിലരൊക്കെ സെലക്ട് ആയി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഏബിളാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കൂട്ടത്തിൽ ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അതിനൊരു ക്യാപ്ഷൻ അങ്ങനെ അങ്ങ് ആക്കിയെന്നേ ഉള്ളൂ, അങ്ങനെ ഇട്ടതാണ്. അപ്പം കുറച്ച് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വീഡിയോസ് ആണെങ്കിൽ ഫുള്ള് കാണാത്തവരാണ് ശരിക്കും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് ചിന്തിച്ചേക്കുന്നത് കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല മഴ. ഇതിലുണ്ട് തുള്ളി 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 തുള്ളി. പൊടി നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണേ. തുറക്കാനാണെങ്കിൽ നല്ല ഇടി വെട്ടുന്നുണ്ടതാ. ഇതെന്നാ പറയാ, ഈ അഴുക്ക് വരുന്നത് ആ ഓടിന്റെ മണ്ടയിലും മറ്റേ ഈ ടെറസിന്റെ മണ്ടയിലും ഒക്കെ ഉള്ള അതാ വീഴുന്നേന്ന് തോന്നുന്നു. ഇതുണ്ടോ? അടിപൊളി, നല്ല മഴയാ. അല്ല എരിച്ചു പിടിക്കും. എന്റെ സൈക്കിൾ നോക്കി തന്നെ, സൈക്കിൾ തന്നെ എന്റെ പുത്തൻ പുതിയ സൈക്കിളാ. ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഇപ്പം പുത്തൻ പുതിയ പോലെ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.